അസ്സലാമു അലൈക്കും. ലെനൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഞാൻ കുറച്ച് വെണ്ടയും 2 മുട്ട എടുത്തിട്ടില്ല അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റോസ്റ്റ് കൂടിയാണ്. ആദ്യം തന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെണ്ടക്ക ഇട്ട് കൊടുക്കാം. ഈ വെണ്ടൻ്റെ കൊഴുപ്പ് പോകുവോളം വഴറ്റിയെടുക്കണം. ഇത് ഒരു പശമായിരിക്കും ഇതിന്മേൽ വരും. അത് പോകണ വരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമാണല്ലോ. കുട്ടികൾക്ക് ലഞ്ചിൻ്റെ കൂടെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. വെണ്ടയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ, പിന്നെ ബാക്കി ഞാൻ പിന്നീടാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ മസാല ചേർക്കണ സമയത്ത്. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്താലേ ഉള്ളൂ വെണ്ടയിൽ ഉപ്പ് പിടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കൊഴുപ്പ് ചെറുതായിട്ട് ഇങ്ങനെ പോയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടി ഒന്ന് പോയി കിട്ടാണ്ട് അതുവരെ വഴറ്റിയെടുക്കാം. വെണ്ട കഴിക്കാൻ പാടില്ല കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ മാത്രമല്ല, അതിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ ഇത് വഴറ്റി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഞാൻ അതേ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഒരു വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്. കൂടുതൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാൻ അത് കുറച്ചുള്ളൂ ചേർക്കണത്. ഇപ്പോൾ അത് 2 മുട്ടയ്ക്കുള്ള ചേരുവകളാണ് ഞാൻ അത് എടുത്തിട്ടുള്ളൂ. മുട്ട കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സവാളയും വെണ്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ വെണ്ടയിൽ ആദ്യം തന്നെ ഉപ്പിട്ടിക്കണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 1/4 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 സ്പൂണ് മല്ലിപ്പൊടിയും 1/4 സ്പൂണ് കുരുമുളകും പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്താണ് നമുക്ക് ഇനി വെണ്ട ഇട്ട് കൊടുക്കേണ്ടത്. വെണ്ട ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക്. ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ വെണ്ടക്ക് കുഴപ്പുകളൊന്നും ഉണ്ടാവില്ല. ചില വെണ്ട കൊഴുപ്പുണ്ടാവുമല്ലോ, അതൊക്കെ ആദ്യം തന്നെ വഴറ്റിയെടുക്കുകയാണെങ്കിൽ ആ കൊഴുപ്പുകളൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഇപ്പോൾ അത് അത്യാവശ്യം വെന്തും ചെയ്തിരിക്കണം. നേരത്തെ വഴറ്റിയ സമയത്ത് തന്നെ അത്യാവശ്യം വെന്തും ചെയ്തിരിക്കണം. ഇപ്പോൾ ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഈ വെണ്ടൻ്റെ പച്ചപ്പ് പോവാതെ വേണം നമുക്കിത് വഴറ്റിയെടുക്കാനും. ഈ വെണ്ടയിലേക്ക് ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അതിപ്പോൾ 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുത്ത് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് വെണ്ട അപ്പുറമൊക്കെ ഒന്ന് സൈഡിക്കാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ നടുവിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 മുട്ടയാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. ഞാൻ അതൊന്ന് വറുത്തെടുക്കാം. വെണ്ടയൊക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളകും പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് വെറുതെ ചോറിൻ്റെ കൂടെ അല്ലാതെ കട്ടൻ ചായക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വറവ് കൂടിയാണ്. ഇതിലും കൂടുതൽ മുളകും പൊടി ചേർക്കണമെങ്കിൽ എരിവാണെങ്കിൽ ചേർക്കാം. അത് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം പച്ചമുളകും നല്ല എരിവില്ലതായതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളത്. കുരുമുളക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് ഓഫാക്കിയതിൻ്റെ ശേഷം ഞാൻ അടച്ച് വെച്ച് 2 മിനിറ്റ് അടച്ച് വെക്കുകയാണ് ചെയ്യണത്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത്. ഇത് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് ഞാൻ ഈ സമയത്ത് തന്നെ ഒന്ന് കഴിച്ച് നോക്കി. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്.